ജനവാസ മേഖലയിലെ പ്ലൈവുഡ് കമ്പനി നിർമ്മാണത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. നെല്ലിക്കുഴി 17-ാം വാർഡ് കുരുവിനാപ്പാറ ചേലിക്കുഴി തണ്ട് ഭാഗത്ത് നിർമ്മിക്കാനൊരുങ്ങുന്ന 2 പ്ലൈവുഡ് കമ്പനികൾക്കെതിരെയാണ് ജനകീയ പ്രതിഷേധവും പ്രക്ഷോഭവും ശക്തമാകുന്നത്. കമ്പനി നിർമ്മാണത്തിന്റെ മറവിൽ പരിസ്ഥിതി പ്രാധാന്യമുള്ള കുന്നിൻ പ്രദേശം മണ്ണെടുത്തും സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പാറ പൊട്ടിച്ചും അനധികൃതമായി ഖനന പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. വ്യാവസായിക ആവശ്യങ്ങൾക്കു വേണ്ടി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ലാത്ത കുന്നിൻ പ്രദേശമാണ് കമ്പനി തുടങ്ങാൻ വേണ്ടി ഇടിച്ച് നിരപ്പാക്കിയിട്ടുള്ളതെന്നാണ് പരാതി. ഞങ്ങളൊരു 100ഓളം കുടുംബം താഴെയുണ്ട്. ആ കാണുന്ന പ്രദേശത്തൊരു 35ഓളം വീട്ടുകാർ വേറെയുണ്ട്. ഇവരൊക്കെ ഒരു 250ഓളം പേര് ഒപ്പിട്ട് കൊടുത്ത വലിയൊരു ഭീമഹർജി ഞങ്ങൾ കളക്ടർ മുതൽ തിരുവനന്തപുരം മുതൽ എല്ലാ സകലമാന ഓഫീസുകളിലൊക്കെ ഞങ്ങൾ പരാതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ശുദ്ധവായു, ശുദ്ധജലം, അതുപോലെ തന്നെ സ്വൈര്യജീവിതം, ഇതെല്ലാം ഞങ്ങൾക്ക് നിലവിൽ അസ്തമിക്കാൻ പോകുന്നൊരു സാഹചര്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാണുന്ന ഒരു ചെറിയാണ് ഏകദേശം 50ഓളം വർഷം പഴക്കമുള്ള ഒരു ചെറിയാണെന്ന് പറയപ്പെടുന്നു. ഇതിൽ ഞങ്ങളുടെ ചെറുപ്പകാലഘട്ടം മുതൽ ഞങ്ങളിവിടെ കുളിച്ച് അതുപോലെ തന്നെ കളിച്ച് വളർന്ന ആൾക്കാരാണ്. നിലവിൽ കാണുന്ന ചിറ അവർ കയ്യേറിയിരിക്കുകയാണ്. ഈ അനുമതി 2 പ്ലൈവുഡ് കമ്പനിക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ കുഴി കുത്തിയേക്കുന്ന ഒരു പാറ പ്രദേശമാണ്. ഏകദേശം 45ഓളം ചെരിവുള്ള 2 മലകൾ ഇടിച്ചു നിരത്തിയിട്ടാണ് ഈ കാണുന്ന പ്രദേശം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ താഴെ വലിയൊരു പല കമ്പനിയിൽ നിന്നുള്ള പ്ലൈവുഡിൻ്റെ വേസ്റ്റും ചാരവും കൊടുത്തിട്ട് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ടാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. കുളിക്കാനും കൃഷി ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പൊതുകുളത്തിന്റെ അതിർത്തി കയ്യേറുകയും കുളത്തിൽ നിന്നുള്ള ജലത്തിന്റെ സ്വാഭാവിക നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന നിലയിലാണ് കുന്ന് ഇടിച്ചു നിരത്തിയതെന്നും പറയുന്നു. കമ്പനി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രദേശത്തിന്റെ താഴ്ഭാഗത്തായി 100 കണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. കുന്നിൻ പ്രദേശത്തെ പൊതുകുളത്തിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളവും മറ്റു നീർച്ചാലുകളുമാണ് ഈ കുടുംബങ്ങളുടെ കുടിവെള്ള സ്രോതസ്. പ്ലൈവുഡ് കമ്പനി വരുന്നതോടുകൂടി പൊതുകുളവും നീർച്ചാലുകളും തണ്ണീർത്തടങ്ങളും നശിക്കാൻ സാധ്യതയുണ്ട്. പ്രദേശത്തിന്റെ സ്വാഭാവിക ഘടനയും ആവാസവ്യവസ്ഥയും ഇല്ലാതാകാൻ സാധ്യതയുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. പാറ പൊട്ടിച്ചതിനെ തുടർന്ന് തൊട്ടടുത്തുള്ള ചിലരുടെ വീടുകൾക്ക് കേടുപാടുകളും വിള്ളലും സംഭവിച്ചിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. ഇത് പ്ലൈവുഡ് കമ്പനി ഒന്നിവിടെ പാറ പൊട്ടിച്ചപ്പോൾ ഈ ഭിത്തിക്ക് ഇളക്കം വന്നതാണത്. അത് ഞങ്ങൾ 2 പിള്ളേരും വയസ്സായ ഒരു അമ്മയായിട്ട് താമസിക്കുന്നതാണ് ഇവിടെ. അപ്പോൾ ഞങ്ങൾക്ക് പേടിച്ചിട്ട് പറയാൻ ആരോടും ഇതില്ല. പിന്നെ അതുപിന്നെ പറയും വീട് പൊളിയാതിരിക്കാൻ ഞങ്ങളിങ്ങനെ തേച്ച് വെച്ചിരിക്കുന്നതാണ്. ആ ലോൺ എടുത്ത് പണിതിട്ട് ഇപ്പോൾ 5 കൊല്ലം കഴിഞ്ഞുള്ളൂ ഞങ്ങളാ പെരയിൽ താമസിച്ചിട്ട്. ഞങ്ങളുടെ ആ പെരയുടെ അവസ്ഥ ഒന്ന് വന്ന് കാണണം. പുറകുവശം എല്ലാം പൊട്ടി വിണ്ട് കീറിയിരിക്കുക. ബാത്റൂം പരുക്കം തേച്ച് മടുത്തു. അത് ദിവസം പ്രതി ഇടിഞ്ഞുകൊണ്ടിരിക്കുക. ഈ പാറ പൊട്ടിക്കുമ്പോഴാണ് ഇടിയുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ കെൻറ്റിലെ വെള്ളം 2.5 ലക്ഷം രൂപ മുടക്കിയാണ് ഞങ്ങളെ കിണർ കുത്തിയത്. അതിലേയും വെള്ളം ഇപ്പോൾ ഇരുന്നു. ഈ പാറ പൊട്ടിക്കുമ്പോൾ ഉറവക്കുഴി തന്നെ ഇരിക്കും. പെർമിറ്റില്ലാതെ 100 കണക്കിന് ലോഡ് കരിങ്കല്ലും മണ്ണും ഭൂവുടമകൾ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോയിട്ടുണ്ടെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. നിയമ നടപടികളും പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകും. കമ്പനി തുടങ്ങാൻ അനുവദിക്കില്ലെന്നാണ് നാട്ടുകാരുടെ നിലപാട്. കമ്പനിക്കെതിരെ നാട്ടുകാർ ഒപ്പിട്ട ഭീമഹർജി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൽകി. കമ്പനിക്കെതിരെ വമ്പിച്ച ജനകീയ കൺവെൻഷനും സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ജനകീയ സമരസമിതി ചെയർമാൻ PU വേലായുധൻ, കൺവീനർ ദിലീഷ് കുമാർ, വൈസ് ചെയർമാൻ നാസറുദ്ദീൻ, ജോയിന്റ് കൺവീനർ അഹമ്മദ് ഷാഫി തുടങ്ങിയവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.